ഇടവദിന സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നതിനായി
ഇടവകയുടെ ഭദ്രാസന കൗൺസിൽ അംഗം മിസ്റ്റർ PM എബ്രഹാമിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഇടവക സംഗമത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർവിൻ ജോസഫ് അച്ഛൻ, നിരണം മാരാമൺ ഭദ്രാസനത്തിൻ്റെ വികാരി ജനറലായിരുന്ന ബഹുമാനപ്പെട്ട ഈശോ മാത്യു അച്ഛൻ, സ്നേഹമുള്ള ഇടവക ജനങ്ങളെ, എല്ലാവരും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ കൂടി കടന്നു പോവുകയാണ്. വയലേലകളും ആറുകളും തോടുകളും ഒക്കെ നിറഞ്ഞ അപ്പർ കുട്ടനാടൻ മേഖലയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ 123 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവെച്ച നെടുമ്പറ മാർത്തോമ ഇടവക ഇന്ന് അതിൻ്റെ 123ാമത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മൾക്ക് വേണ്ടി ഒരു ആരാധനാ സമൂഹമായിട്ട് ഈ പ്രദേശത്തെ വളർന്നു വരുവാൻ തക്കവണ്ണം അവരുടെ പ്രാർത്ഥനയും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഇന്ന് നാം അനുഭവിക്കുന്ന സന്തോഷങ്ങളിലൊന്നാണ് എന്ന് പറയുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഇടവക ദിനം എന്ന് പറയുമ്പോൾ ഇടവകയിലെ മുഴുവൻ ആൾക്കാർക്കും അതിൻ്റെ സന്തോഷം പങ്കിടുവാനായിട്ടുള്ള അവസരം നമ്മൾ കാലാകാലങ്ങളായി ചെയ്തു വരുന്നുണ്ട്. ആ സന്തോഷങ്ങളൊക്കെയും നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കൊന്നോർക്കാൻ സാധിക്കും, നിരണം മാരാമൺ ഭദ്രാസനത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്നതായ നിരണം പ്രദേശത്ത് നിരണം ഭദ്രാസനത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള, അംഗങ്ങളുടെ ബലത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ ഈ ദേവാലയം ഒരു പക്ഷെങ്കിൽ സത്യസന്ധതയോടുകൂടി പറഞ്ഞാൽ ആത്മീയവും ഭൗതികവുമായ രംഗങ്ങളിലും കലാമത്സരങ്ങളിലൊക്കെയും 1ാം സ്ഥാനം നിലനിർത്തി പോകുന്നത് നമുക്ക് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നൊരു മാതൃകയുടെ ഉദാത്തമാണ്. അതിൽ ഞാൻ അതിയായി സന്തോഷിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോർവിൻ ജോസഫ് അച്ഛൻ, എനിക്ക് തോന്നുന്നു ഇടവകയെ സംബന്ധിച്ചും ഇടവകയ്ക്ക് പുറത്തും നാനാ മതസ്ഥരുടെ ഇടയിലും വളരെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ നമുക്ക് എപ്പോഴും ഇടയാക്കുന്നുണ്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്നലെ വൈകിട്ട് നടന്ന കൺവെൻഷന് എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോയതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് കൺവെൻഷന് വന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. കാരണം സാധാരണക്കാരനായ എൻ്റെയും അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് തന്നെയുമല്ല, കഴിഞ്ഞ ഡിസംബർ മാസം 23-ാം തീയതി കരോൾ ഭവന സന്ദർശനം നടക്കുന്നതായ ഒരു അവസരത്തിൽ നമ്മുടെ ഒരു സഹോദര സഭ എന്ന് പറയാവുന്ന ഒരു ഇടവകാംഗം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പാടാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അച്ഛനെ വളരെയധികം ഇഷ്ടമാണ് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്നോട് പറഞ്ഞ വാക്ക്, ഈ പ്രദേശത്ത് മുഴുവനും ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി അച്ഛൻ അഹോരാത്രം ഓടി നടക്കുന്നത് കാണുവാൻ സാധിക്കുന്ന ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുവെന്ന്. അത് കേൾക്കാനൊരു ഭാഗ്യം ലഭിച്ചത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടിയും വളരെ സ്നേഹത്തോടുകൂടിയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. മാർത്തോമാ സഭയുടെ സൗമ്യനായ പട്ടക്കാരൻ എന്ന പേരെടുത്ത നിരണം മാരാമൺ ഭദ്രാസന വികാരി ജനറലായി സേവനമനുഷ്ഠിച്ച് കഴിഞ്ഞ മാസം ഔദ്യോഗിക ചുമതലകളിൽ നിന്നും വിരമിച്ച ബഹുമാനപ്പെട്ട ഈശോ മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട സെക്രട്ടറി റിപ്പോർട്ട് പരസ്യം പ്രസ്താവിച്ച സമയത്ത് അച്ഛനെ പരിചയപ്പെടുത്തുകയുണ്ടായല്ലോ. അതുകൊണ്ട് ദീർഘമായി ഇനിയും അച്ഛൻ്റെ സ്വദേശവും അച്ഛൻ്റെ ഇടവകയും ഒന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛനെയും നെടുമ്പറ മാർത്തോമ ഇടവകയുടെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ കൈക്കൊണ്ടത് 19 പുതിയ കുട്ടികളുടെ ആദ്യ കുർബാന ശുശ്രൂഷയാണ്. ഒരു കൂദാശയിലൂടെ അവരെ ഇടവകയുടെ സമ്പൂർണ്ണ അംഗങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കിയ മാതാപിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതായ മറ്റ് ഇടവകളിൽ നിന്നുള്ളതായ അവരുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഈ ആരാധന ഏറ്റവും ഭംഗിയാക്കുന്നതിന് ഗായക സംഘത്തിൻ്റെ അഹോരാത്രം അവരുടെ പ്രയത്നങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഗായക സംഘ അംഗങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ.
ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടവക ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ, യുവജന സഖ്യം, സേവികാ സഖ്യം, നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഈ യോഗം വളരെ ഭംഗിയായി നടക്കുവാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടായിരുന്നല്ലോ. എൻ്റെ എല്ലാ ഇടവക ജനങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടവകദിന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇടവക സെക്രട്ടറി മിസ്റ്റർ മാത്യൂസ് വർഗീസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 123ാമത് ഇടവകദിന റിപ്പോർട്ട് വായിച്ചു കൊള്ളട്ടെ. ആമുഖം. സംഭവബഹുലമായ ഒരു വർഷം കൂടി നമ്മെ വിട്ട് കടന്നുപോയി. പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും മനുഷ്യജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. വയനാട്ടിലെ ജനങ്ങൾ ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയവരായി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ, ഉറ്റവരും ഉടയവരും ഒന്നുമില്ലാതായവർ, ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് ഒരു രാത്രി കൊണ്ട് നഷ്ടമായവർ, അങ്ങനെ ലോകം പകച്ചു നിന്ന വർഷം. അവിടെ നിന്നെല്ലാം നമ്മെ കൈപിടിച്ച് ഉയർത്തിയ ദൈവം, പുതുമ നഷ്ടപ്പെടാതെ നമുക്ക് ധൈര്യവും പ്രസരിപ്പും പ്രത്യാശയും നൽകുന്നതായ ദൈവവചനം, അതായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ ഏക സമ്പത്ത്. ആ പാരമ്പര്യം ഉൾക്കൊണ്ട് കഴിഞ്ഞ 123 വർഷക്കാലം ദേശത്ത് പാർത്ത് വിശ്വസ്തയെ ആചരിക്കുവാൻ നെടുമ്പറം ക്രിസ്തോസ് ഇടവകയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ വഴി നടത്തിയവനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് 2024-25 വർഷത്തെ ഇടവകദിന റിപ്പോർട്ട് പൊതുയോഗ സമക്ഷം അവതരിപ്പിക്കുന്നു. ഇടവകയുടെ രൂപീകരണവും നവീകരണത്തിൻ്റെ കാഹളധ്വനി ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പാലക്കുന്നത്ത് ഏബ്രഹാം മൽപ്പാൻ്റെയും കൈതയിൽ ഗീവർഗീസ് മൽപ്പാൻ്റെയും നവീകരണ ആശയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 1902 PT ഗീവർഗീസ് കശീശയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ ഭാഗ്യസ്മരണീയനായ തീത്തൂസ് ദ്വിതീയനാൽ നാമകരണം ചെയ്യപ്പെട്ട നെടുമ്പറം ക്രിസ്തോസ് ദേവാലയം ഒരു ചെറിയ കൂട്ടമായി ആരംഭിച്ചു. 123 വർഷമായപ്പോൾ 300-ലധികം ഭവനങ്ങളുമായി നിരണം മാരാമൻ ഭദ്രാസനത്തിലെ പ്രധാന ഇടവകളിലൊന്നായി നിലനിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. ഇടവക വികാരി 2023 മെയ് 1 മുതൽ ജോർവിൻ ജോസഫ് അച്ഛൻ ഇടവകയുടെ വികാരിയായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു. 2024-25 വർഷത്തെ ഇടവക ചുമതലക്കാർ: റവറൻ ജോർവിൻ ജോസഫ് പ്രസിഡൻ്റായും, ശ്രീ തോമസ് വർഗീസ് വൈസ് പ്രസിഡൻ്റായും, ശ്രീ മാത്യൂസ് വർഗീസ് സെക്രട്ടറിയായും, ശ്രീ സജി പെരുമാൾ മുതൽ ചുമതല ട്രസ്റ്റിയായും, ശ്രീ റിൻഡോ എൻ ജോൺ കണക്ക് ചുമതല ട്രസ്റ്റിയായും, ശ്രീ തോമസ് സി തോമസ്, ശ്രീ മാത്യു കുരുവള എന്നിവർ അൽമായ ശുശ്രൂഷകരായും ഇടവകയുടെ ഔദ്യോഗിക ഭാരവാഹികളായി പ്രവർത്തിക്കുന്നു. 33 അംഗങ്ങളുള്ള ഇടവക കൈസ്ഥാന സമിതി ഇടവക പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്നു. ശ്രീ TK ഫിലിപ്പ് സഭാ പ്രതിനിധി മണ്ഡലാംഗമായും, ശ്രീ PM എബ്രഹാം, ശ്രീമതി ജിജ എബ്രഹാം ഭദ്രാസന അസംബ്ലി അംഗങ്ങളായും, ശ്രീ സജി പെരുമാൾ ഭദ്രാസന അസംബ്ലി, ഭദ്രാസന കൗൺസിൽ എന്നീ സമിതികളിൽ അംഗമായും ഇടവകയെ പ്രതിനിധീകരിക്കുന്നു. ആരാധനയും വിശുദ്ധ കുർബാനയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയും ജന്മദിന വിവാഹ വാർഷിക സ്തോത്ര പ്രാർത്ഥനയും, 1-ാം ഞായറാഴ്ച പ്രത്യേക സ്തോത്ര പ്രാർത്ഥനയും, 3-ാം ഞായറാഴ്ച ദശാംശ സ്തോത്ര പ്രാർത്ഥനാ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. എല്ലാ മാസത്തിൻ്റെയും 2-ാം ഞായറാഴ്ച സെൻറ് തോമസ് ചാപ്പലിലും 4-ാം ഞായറാഴ്ച ബെതേൽ ചാപ്പലിലും രാവിലെ 7:30 വിശുദ്ധ കുർബാന ശുശ്രൂഷയും സ്തോത്ര പ്രാർത്ഥനകളും നടന്നു വരുന്നു. ഇടവുവാങ്ങളുടെ സാമ്പത്തിക സഹകരണത്തോടെ ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന താൽക്കാലിക മദ്ബഹ ഇടവക സംഘ തീരുമാനപ്രകാരം ഭംഗിയാക്കി ഉപയോഗിച്ച് വരുന്നു. ഇടവക സംഘം റിപ്പോർട്ട് വർഷത്തിൽ ഒരു തവണ ഇടവക സംഘം കൂടി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ദേവാലയ നിർമ്മാണം റിപ്പോർട്ട് വർഷത്തിൽ ദേവാലയത്തിൻ്റെ ഫൗണ്ടേഷൻ പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചു. തുടർന്ന് നിർമ്മാണം നടത്തുവാൻ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരുമെന്ന് ഉറച്ച് വിശ്വസിച്ച്
നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനാ യോഗങ്ങൾ, ഇടവകയുടെ 10 പ്രാർത്ഥനാ കൂട്ടങ്ങൾ അതത് ഭാഗങ്ങളിലുള്ള ഭവനങ്ങളിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രാർത്ഥനകൾ നടത്തി വരുന്നു. ഇടവക മിഷൻ യോഗങ്ങൾ സേവികാ സംഘവുമായി ചേർന്ന് ഇടവകയിലെ വിവിധ ഭവനങ്ങളിൽ എല്ലാ മാസവും നടത്തപ്പെടുന്നു. ഒക്ടോബർ 5-ന് സന്നദ്ധ സുവിശേഷ സംഘ ദിനവും റിപ്പോർട്ട് വർഷത്തിൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഇടവക മിഷൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10:30-ന് ഉപവാസ പ്രാർത്ഥന നടത്തപ്പെടുന്നു. സുവിശേഷകൻ ബിജു നെടുമ്പ്രം കൂടിവരവുകൾക്ക് നേതൃത്വം നൽകുന്നു. സേവികാ സംഘം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30-ന് സെൻറ് തോമസ് ചാപ്പലിലും ബുധനാഴ്ച രാവിലെ 10:30-ന് ദേവാലയത്തിൽ വെച്ചും വ്യാഴാഴ്ച രാവിലെ 10:30-ന് ബെതേൽ ചാപ്പലിൽ വെച്ച് സേവികാ സംഘ കൂടിവരവുകൾ നടന്നുവരുന്നു. സെപ്റ്റംബർ 8-ന് ദേവാലയത്തിൽ നടത്തപ്പെട്ട സേവികാ സംഘ ദിനത്തിന് ആരാധനയിലും വചന ശുശ്രൂഷയിലും സംഘാംഗങ്ങൾ നേതൃത്വം നൽകി. സെപ്റ്റംബർ 6-ാം തീയതി ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട ഏകദിന ധ്യാന യോഗത്തിൽ ശ്രീമതി പ്രീന മാത്യു കൊച്ചമ്മ നേതൃത്വം നൽകി. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് എല്ലാ മാസത്തിൻ്റെയും 2-ാം ആഴ്ചയിൽ മുതിർന്ന പൗരന്മാരുടെ ഭവനങ്ങളിൽ വെച്ച് മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നു. സെപ്റ്റംബർ 15-ന് ദേവാലയത്തിൽ നടത്തപ്പെട്ട സീനിയർ സിറ്റിസൺ ദിനത്തിലെ ആരാധനയ്ക്ക് ഫെലോഷിപ്പ് അംഗങ്ങൾ നേതൃത്വം നൽകി. വികസന സമിതി ഒക്ടോബർ 18-ാം തീയതി ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം വികസന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിഷരഹിത കാർഷിക വിളകൾ എങ്ങനെ നട്ട് വളർത്തണമെന്നതിനെക്കുറിച്ച് നെടുമ്പ്രം കൃഷി ഓഫീസുമായുള്ള സഹകരണത്തിൽ ഒരു സെമിനാർ നടത്തപ്പെട്ടു. കൃഷി ഓഫീസർ ശ്രീ ജയൻ എസ് ക്ലാസ്സിന് നേതൃത്വം നൽകി. തുടർന്ന് കൃഷി വകുപ്പ് കുട്ടിക്കർഷകനായി തിരഞ്ഞെടുത്ത നമ്മുടെ ഇടവകാംഗം മാസ്റ്റർ ജിബിൻ അജിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. യുവജന സഖ്യം എല്ലാ ഞായറാഴ്ചയും ആരാധനാനന്തരം പള്ളിയിൽ വെച്ച് മീറ്റിങ്ങുകൾ നടക്കുന്നു. സെൻറ്റർ ഭദ്രാസന തലത്തിൽ ഉള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനാർഹരായി തീരുകയും ചെയ്യുന്നു. ഒക്ടോബർ 20-ന് നടത്തപ്പെട്ട യുവജന ഞായർ ആരാധനയിലും വചന ശുശ്രൂഷയിലും സംഘാംഗങ്ങൾ നേതൃത്വം നൽകി. യുവജന വാരത്തോട് അനുബന്ധിച്ച് ഒക്ടോബർ 19-ന് നടത്തപ്പെട്ട ഏകദിന കൺവെൻഷനിൽ റവറൻ ജോസഫ് കുരുവള വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഇടവകയുടെ 3 സൺഡേ സ്കൂളുകളും സമാജം ഏർപ്പെടുത്തിയിരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ കൂടി കുട്ടികൾക്ക് വേദപുസ്തകവുമായും സഭയുമായുള്ള അറിവ് പകർന്നു കൊടുക്കുന്നു. ഈ വർഷവും സംയുക്തമായുള്ള VBS ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. നവംബർ 1-ാം ഞായറാഴ്ച അഖിലലോക സൺഡേ സ്കൂൾ ദിനമായി ഇടവകയിൽ ആചരിക്കുകയും സെൻറ്റർ തലത്തിൽ നടന്ന റാലിയിൽ സംബന്ധിക്കുകയും ചെയ്തു. സൺഡേ സ്കൂളുകളുടെ നേതൃത്വത്തിൽ 500ഓളം വീടുകൾ സന്ദർശിച്ച് ഡോർ ടു ഡോർ ക്രിസ്മസ് കരോൾ നടത്തി. ഗായക സംഘം ഇടവകയുടെ ഗായക സംഘം ആരാധനയ്ക്കും മറ്റ് ആത്മീയ കൂട്ടങ്ങൾക്കും അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. DSMCയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടവകയുടെ ഗായക സംഘം ക്രമീകരണമായി പരിശീലനത്തിനായി എല്ലാ ശനിയാഴ്ചയും കൂടി വരുന്നു. ഗായക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തോസ് ഗീതങ്ങൾ എന്ന പേരിൽ ഒരു ഗാനസമാഹാരം ഈ വർഷം പുറത്തിറക്കുന്നു. ഗായക സംഘാംഗമായ കുമാരി അന്ന എലിസബeth രാജു മാരാമൺ ഗായക സംഘാംഗമായതിൽ ഇടവകയ്ക്ക് അഭിമാനമുണ്ട്. മെയ് 26-ന് ഇടവക ദിവ്യ സംഗീത ഞായറായി ആചരിച്ചു. അമിച്ചകരി MDLP സ്കൂൾ 1914-ൽ സ്ഥാപിതമായ ഈ സ്കൂൾ മാർത്തോമ സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. പ്രീ പ്രൈമറി മുതൽ 4-ാം ക്ലാസ് വരെ കുട്ടികൾ അഭ്യസനം നടത്തുന്നു. ഹെഡ് മിസ്ട്രസ് അടക്കം 3 അധ്യാപകർ സേവനമനുഷ്ഠിക്കുന്നു. വികാരിയും IAC അംഗങ്ങളും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നു. വിദ്യാഭ്യാസ ഉപജില്ലാ തലത്തിലുള്ള കലാകായിക മത്സരങ്ങളിലും ശാസ്ത്രമേളയിലും പങ്കെടുത്ത് കുട്ടികൾക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് അഭിമാനകരമാണ്. മെറിറ്റ് അവാർഡ് ഒക്ടോബർ 27-ാം തീയതി ഞായറാഴ്ച ആരാധന മധ്യേ
10, 12 ക്ലാസ്സുകളിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും മെമൻറ്റോ നൽകി ഇടവകയായി അനുമോദനം അറിയിച്ചു. കൈസ്ഥാന സമിതി റിട്രീറ്റ്. ഈ വർഷത്തെ കൈസ്ഥാന സമിതി റിട്രീറ്റ് മഞ്ഞാടി വനിതാ മന്ദിരത്തിൽ വെച്ച് ഒക്ടോബർ മാസം 26 നടത്തപ്പെട്ടു. റവറൻ ഉമ്മൻ വി വർക്കി, റവറൻ സാമുവേൽ വർഗീസ്, റവറൻ സിബി മാത്യു എന്നിവർ നേതൃത്വം നൽകി. കർത്താവിനോട് ചേർന്ന് ഫലദായകരമായി ജീവിക്കുക എന്നായിരുന്നു ചിന്താവിഷയം. ശ്രീ തോമസ് സി തോമസ്, ശ്രീ മാത്യു കുരുവള എന്നിവർ കൺവീനറായി പ്രവർത്തിച്ചു. കുടുംബ പ്രതിഷ്ഠാ ദിനവും ധ്യാനയോഗങ്ങളും. ഒക്ടോബർ 25, 26, 27 എന്നീ ദിവസങ്ങളിൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട കുടുംബ നവീകരണ ധ്യാനയോഗങ്ങളിൽ റവറൻ തോമസ് ജോസഫ്, ശ്രീമതി ലീന മറിയം ജോയ് എന്നിവരും പ്രൊഫസർ ഫിലിപ്പൻ തോമസ് കുടുംബ പ്രതിഷ്ഠാ ദിനത്തിലും വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഗീവർഗീസ് മാർ അത്തനേഷ്യോസ് സഫ്രഗൻ മെട്രോപൊളിത്ത സ്മാരക ബൈബിൾ ക്വിസ് മത്സരം. ഭാഗ്യസ്മരണീയനായ ഗീവർഗീസ് മാർ അത്താനാസിയോസ് സഫ്രഗൻ മെട്രോപൊളിത്തയുടെ സ്മരണാർത്ഥം 2024 നവംബർ 9 നടത്തപ്പെട്ട ബൈബിൾ ക്വിസ് മത്സരത്തിൽ നിരണം മാരാമൺ ഭദ്രാസനത്തിലെ ഇടവകളിലെ 2 പേർ അടങ്ങുന്ന 5 ടീമുകൾ പങ്കെടുത്തു. മത്സരത്തിൽ 1-ാം സ്ഥാനം നെടുമ്പറം ക്രിസ്തോസ് ഇടവക കരസ്ഥമാക്കി. 2, 3 സ്ഥാനങ്ങൾ ചാത്തങ്കേരി സെൻറ് പോൾസ് ഇടവകയും തലവടി സെൻറ് ജോൺസ് ഇടവകയും യഥാക്രമം കരസ്ഥമാക്കി. വേങ്ങൽ ശാലയും മാർത്തോമ ഇടവക വികാരി റവറൻ ജോസഫ് കെ ജോർജ് അച്ഛൻ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്യുകയും വെൺമണി സിഹിയോൻ മാർത്തോമ ഇടവക അംഗമായ ശ്രീ മാത്യു കെ ചാക്കോ ക്വിസ് മാസ്റ്ററായും ശ്രീ റിൻഡോയിൻ ജോൺ, ശ്രീമതി സൂസൻ തോമസ്, ശ്രീമതി ജീജ എബ്രഹാം എന്നിവർ കൺവീനർമാരായും പ്രവർത്തിച്ചു. ട്രോഫികളും ക്യാഷ് പ്രൈസും സ്പോൺസർ ചെയ്തവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ചാപ്പൽ കൺവെൻഷൻ. നവംബർ 22, 23 എന്നീ ദിനങ്ങളിൽ ബദേൽ ചാപ്പലിൽ വെച്ച് നടത്തപ്പെട്ട കൺവെൻഷന് ഹരിപ്പാട് കാവൽ ഗോസ്ബൽ ടീം നേതൃത്വം നൽകി നടത്തുകയുണ്ടായി. റവറൻ ബൈജു പാപ്പച്ചൻ, റവറൻ ഷിബു തോമസ് കറിയ എന്നിവർ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. 2025 ജനുവരി 12, 13 ദിനങ്ങളിൽ സെൻറ് തോമസ് ചാപ്പലിൽ വെച്ച് നടത്തപ്പെട്ട കൺവെൻഷനിൽ ഇവാഞ്ചലിസ്റ്റ് രാജു ദാനിയേൽ, ഇവാഞ്ചലിസ്റ്റ് എൽദോസ് വർഗീസ്, റവറൻ സജീവ് വർഗീസ് കോശി എന്നിവർ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കൺവീനർമാരായി ശ്രീ ബെന്നി യോഹന്നാൻ, ശ്രീ ജേക്കബ് നൈനാൻ എന്നിവർ പ്രവർത്തിച്ചു. ക്രിസ്മസ് കരോൾ. ഈ വർഷവും ഡിസംബർ 24 യുവജന സഖ്യത്തിൻ്റെയും ഗായിക സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ഗാനസന്ധ്യ നടത്തപ്പെട്ടു. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് മലയാള വിഭാഗം അധ്യാപകൻ ശ്രീ അലക്സാണ്ടർ ജോൺ ക്രിസ്തുമസ് സന്ദേശം നൽകി. എക്യൂമിനിക്കൽ ക്രിസ്തുമസ് റാലിയും കരോളും. നെടുമ്പുറം എക്യൂമിനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 27 വൈകിട്ട് 5:30 നെടുമ്പുറം വിൻസെൻ്റ് ഡി പോൾ മലങ്കര കാത്തോലിക്ക ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ദിവ്യ ജ്യോതിസ് 2024 എന്ന പേരിൽ കരോൾ സന്ധ്യ നടത്തപ്പെടുകയുണ്ടായി. കരോളിന് മുമ്പ് നടന്ന റാലിയിലും തുടർന്ന് നടന്ന കലാസന്ധ്യയിലും ഇടവക ജനങ്ങളും യുവജന സഖ്യാംഗങ്ങളും പങ്കെടുത്ത് പ്രോഗ്രാം വിജയകരമാക്കി. ഇടവക കൺവെൻഷൻ. ഇടവക ദിനത്തോടനുബന്ധിച്ചുള്ള കൺവെൻഷൻ ജനുവരി മാസം 24 മുതൽ 26 വരെ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. റവറൻ ജോൺ ജി വർഗീസ്, ശ്രീമതി ഡെയ്സി മാത്യൂസ്, ശ്രീ ബിജു ടി ജോർജ് എന്നിവർ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഇടവക ജനങ്ങൾ എല്ലാവർക്കും പങ്കെടുക്കുന്നതിനായി വാഹന ക്രമീകരണവും ഉണ്ടായിരുന്നു. ഇടവക ദിനത്തിലെ സ്തോത്ര ശുശ്രൂഷയ്ക്കും ആദ്യ കുർബാന ശുശ്രൂഷയ്ക്കും സഭയുടെ മുൻ സീനിയർ വികാരി ജനറൽ വൈരി റവറൻ ഡോക്ടർ ഈശോ മാത്യു അച്ഛൻ നേതൃത്വം നൽകി. ഇടവകയിലെ 50 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കൾക്ക് ഇടവക ദിനത്തിൽ ഇടവകയുടെ ആദരവ് അറിയിച്ചു. മെമൻറ്റോയും പൊന്നാടയും നൽകുന്നു. കൺവീനറായി ശ്രീ തോമസ് സി തോമസ് പ്രവർത്തിച്ചു. ഇടവക സന്ദർശകർ. റിപ്പോർട്ട് കാലയളവിൽ 20 വൈദികരും
6 അൽമായരും ഇടവക സന്ദർശിച്ച് വചനഘോഷണം നടത്തി. വിവാഹം, മാമോദീസ. റിപ്പോർട്ട് കാലയളവിൽ ഇടവകാംഗങ്ങളായ 10 പേർ വിവാഹിതരായി, 6 പേർ മാമോദീസ മുഴുകപ്പെട്ടു സഭാംഗങ്ങളായി. നിത്യതയിൽ ചേർക്കപ്പെട്ടപ്പോൾ റിപ്പോർട്ട് കാലയളവിൽ താഴെ പറയുന്ന പേര് പറയുന്ന 13 ഇടവകാംഗങ്ങൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ശ്രീമതി മറിയാമ്മ വർഗീസ് മുളമൂട്ടിൽ, ശ്രീ ഡാനിയേൽ ഫിലിപ്പോസ് ആനാച്ചേരിൽ, ശ്രീമതി അന്നമ്മ തോമസ് വല്ലിടത്ത് ഇടപ്രാൽ, ശ്രീമതി മേരിക്കുട്ടി വർക്കി പുറന്തടയിൽ, ശ്രീ ജേക്കബ് എബ്രഹാം വല്ലിടത്ത്, ശ്രീ CI എബ്രഹാം ചിറയക്കണ്ടത്തിൽ, ശ്രീ ചാക്കോ വർഗീസ് വലിയകളത്തിൽ, ശ്രീമതി മേരി ജോർജ് പുതുവാത്ര പുത്തൻപുരയ്ക്കൽ, ശ്രീ TM ജോൺ മോഴച്ചേരിൽ തുണ്ടിയിൽ, ശ്രീ ഈപ്പൻ ലാത്ര വലിയടത്ത്, ശ്രീ വർഗീസ് മാത്യു കളത്തിൽ പറമ്പിൽ, ശ്രീ VC അലക്സാണ്ടർ വലിയകളത്തിൽ, ശ്രീ PC ചെറിയാൻ പ്ലാക്കീഴിൽ പുത്തൻപറമ്പിൽ. ഇടവക പട്ടക്കാർ. നമ്മുടെ ഇടവകാംഗങ്ങളായ റവറൻ ഉമ്മൻ ബി വർക്കി സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ചു. അച്ഛൻ്റെ ബസ്ക്യാമ ശ്രീമതി റേച്ചൽ ജോർജ് സേവികാ സംഘത്തിൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നത് ഇടവകയുടെ അഭിമാനമാണ്. ഏറിയാകാട് മോറിയ ഇടവക വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന റവറൻ ജോർജ് ജേക്കബ്, മുംബൈ ഭദ്രാസനത്തിലെ മീര റോഡ് സെൻറ് ജോൺസ് ഇടവക വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന റവറൻ നിതിൻ ജോൺ ചാക്കോ, മാർത്തോമ യുവജന സഖ്യം അസിസ്റ്റന്റ് സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന റവറൻ പ്രമീൻ ഐബ് വേങ്ങൽ എന്നിവർ ഇടവകയുടെ സന്താനങ്ങളാണ് എന്നത് ഇടവകയ്ക്ക് അഭിമാനമാണ്. ഇടവകാംഗമായ ശ്രീ ഗോഡ്വിൻ വർഗീസ് ഫരീദാബാദ് ധർമ്മജ്യോതി വിദ്യാപീഠ് വൈദിക സെമിനാരിയിൽ 4ാം വർഷ വൈദിക വിദ്യാർത്ഥിയായി പഠനം നടത്തിവരുന്നു. സുവിശേഷകർ. നമ്മുടെ ഇടവകാംഗങ്ങളായ ശ്രീ മാത്യു കുരുവള, ശ്രീ തോമസ് വർഗീസ്, ശ്രീ റോയ് തോമസ് എന്നിവർ സഭയുടെ സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്നു. ദീർഘവർഷങ്ങൾ സുവിശേഷ പ്രസംഗ സംഘത്തിൽ ശുശ്രൂഷ ചെയ്ത ശേഷം ഇപ്പോൾ വിശ്രമം ജീവിതം നയിക്കുന്ന ശ്രീ VC ഇട്ടി എന്നിവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇടവക ശുശ്രൂഷകൻ C എബ്രഹാം വർഗീസ് ഇടവക ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. ശ്രീമതി പൊന്നമ്മ തമ്പി ദേവാലയത്തിൻ്റെ ശുചീകരണം നടത്തി സഹായിക്കുന്നു. കൃതജ്ഞത. ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ സഹകരണങ്ങൾ നൽകിയ ഇടവക വികാരിയും കുടുംബവും, വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റിമാർ, അൽമായ ശുശ്രൂഷകർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഓഡിറ്റർമാർ, സംഘടനാ ചുമതലക്കാർ, ഇടവക ശുശ്രൂഷകൻ, ആരാധനകൾ സംഗീതത്താൽ സമ്പൂർണ്ണമാക്കിയ ഗായക സംഘം, ഇടവക ജനങ്ങൾ, സർവോപരി അനുദിനം നമ്മെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് 123ാം ഇടവക ദിനത്തിൻ്റെ റിപ്പോർട്ട് സവിനയം ഉപസംഹരിക്കുന്നു. ഇടവകയ്ക്ക് വേണ്ടി ശ്രീ മാത്യൂസ് വർഗീസ്, സെക്രട്ടറി. ഇത്രയും ബഹുമാനപ്പെട്ട ഈശോ മാത്യു അച്ഛ, ഇടവകയുടെ മുതിർന്ന തലമുറയിലെ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇടവചനങ്ങളായ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, മറ്റിടവുകളിൽ നിന്ന് ഈ ആദ്യ കുർബാന ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നമ്മുടെ ഇടവകയുടെ 123ാമത് ഇടവക ദിനമായി നാം ഇന്ന് ആചരിക്കുകയാണല്ലോ. കഴിഞ്ഞ 123 സംവത്സരങ്ങൾ ഈ ദേശത്തിന് അനുഗ്രഹമായി ഒരു വലിയ പ്രകാശഗോപുരമായി നിലനിൽക്കുവാൻ ഈ ഇടവകയെ ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. തലമുറകൾ ആരാധിച്ച് വന്നതായവരിടത്ത് ഈ തലമുറയുടെ അംഗങ്ങളായിരിക്കുന്ന നമുക്ക് കൂടി വന്ന് ആരാധനയിൽക്കുവാൻ ദൈവം ചെയ്ത കരുണയോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. ഇതിൻ്റെ പ്രാരംഭ നാളുകളിൽ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സ്ഥലം ലഭ്യമാക്കുവാൻ വേണ്ടി അധ്വാനിച്ചതായ പ്രിയപ്പെട്ടവർ, അവരുടെ സമർപ്പണം, ദൈവത്തിലുള്ള വിശ്വാസം
ഇവയെല്ലാം ഈ തലമുറയിൽ നാം നന്ദിയോടെ ഓർക്കണം. വരും തലമുറയ്ക്ക് വിശ്വസിച്ചു കൊടുക്കാവുന്നതായ നമ്മളുടെ ജീവിത സാക്ഷ്യത്തിൽ മുൻതലമുറകൾ കർത്താവിനെ പിൻപറ്റിയത് ഓർക്കുവാനും ഈ തലമുറയിൽ ആ നല്ല മാതൃക ഉൾക്കൊണ്ട് അവരെ അതിനായി പ്രചോദിപ്പിക്കുവാനും നമുക്ക് സാധിച്ചെങ്കിൽ ഇന്നത്തെ ഈ ഇടവക ദിനം സമ്മേളനം ലളിതത്തിലുള്ള ആചരണങ്ങൾ അതിൻ്റെ അർത്ഥപൂർണതയിൽ എത്തിച്ചേരുകയുള്ളൂ. നമുക്കെല്ലാവർക്കും 2025 ആണ്ടിൽ ഇങ്ങനെ നമ്മുടെ ഇടവകയുടെ ദിനം ആചരിക്കുവാനായിട്ട് ദൈവം അവസരം നൽകുന്നു. എത്ര പേർക്ക് വരും വർഷങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി തീരാൻ സ്ഥലകാല ഭേദങ്ങളിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറുന്നതിൻ്റെ ക്രമീകരണം അനുസരിച്ച് സാധിക്കും എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് നമുക്ക് ഇതിന് സാധിക്കുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പൂർവികരുടെ നന്മകൾ നമ്മൾ അയവിറക്കുമ്പോൾ ഈ ലോക ജീവിതയാത്രയിൽ നന്മകൾ നൽകി ഭാവി തലമുറ നമ്മെ സംബന്ധിച്ച് നമ്മെക്കുറിച്ച് നാം ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുക. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇടവക കൺവെൻഷൻ കൂടിയായിരുന്നല്ലോ. 3 ദിവസങ്ങളിൽ രാത്രിയിലും ഒരു ദിവസം പകലും അതിൻ്റെ യോഗങ്ങൾ നടത്തപ്പെട്ടു. ആ യോഗങ്ങളിലൊക്കെ നമ്മുടെ ഇടവജനങ്ങൾ വന്ന് സംബന്ധിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇനിയും ആളുകൾക്ക് ആ യോഗങ്ങളിൽ വന്ന് സംബന്ധിക്കാമായിരുന്നു. എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടുള്ളതായ തിരക്കുകൾ കൊണ്ടോ വരാനുള്ള ബുദ്ധിമുട്ട്, രാത്രിയിലുള്ള പ്രയാസം കൊണ്ടോ ഒക്കെ എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും കടന്നു വന്ന ജനങ്ങൾ ഈ ഇടവക ദിനത്തിനായി നാം ഇടവകയായി ഒരുമിച്ച് ഒരുങ്ങുമ്പോൾ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ പരിശോധിക്കുന്നതിനും പുനഃസമർപ്പണം ചെയ്യുന്നതിനും കർത്താവിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുക എന്നുള്ളതായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ ആ നല്ല സാക്ഷ്യം നിർവഹിക്കുവാൻ സാധിച്ചെങ്കിൽ നമ്മളുടെ ഈ പ്രയത്നങ്ങളൊക്കെ ഫലകരമായി തീരും. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യേ കടന്നു വന്ന് വചനപ്രഘോഷണം നടത്തിയതായ പ്രിയപ്പെട്ട വൈദികരായവരുണ്ട്, അൽമായ നേതാക്കളായിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അവരുടെയൊക്കെ സാക്ഷ്യ ജീവിതം തുടർന്ന് നമ്മെ ഈ കാലയളവിൽ പ്രചോദിപ്പിക്കാനും അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ടും ഒക്കെ ഇടയായി തീരണം. ഇന്ന് നാം ഇടവകയായി ആദ്യ കുർബാനയിലൂടെ ഈ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് 19 കുട്ടികളെ ക്ഷണിക്കുകയാണ്, അവരെ സ്വീകരിക്കുകയാണ്. അവരുടെ ജനനത്തിലും അവരുടെ വളർച്ചയിലും അവരുടെ ക്രിസ്തീയ പരിപോഷണത്തിനുമൊക്കെ വേണ്ടതായ ക്രമീകരണങ്ങൾ ഈ ഇടവകയിലൂടെയും സൺഡേ സ്കൂളുകളിലൂടെയും യുവജന സഖ്യത്തിലൂടെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ നടത്തപ്പെട്ടു. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ജ്ഞാനമാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേരുവാൻ അവരെ സഹായിച്ചു. അവരുടെ അധ്യാപകർ വിവിധ തലങ്ങളിൽ അവരുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചതായ മുതിർന്ന തലമുറയും അവരുടെ സമകാലീനരും ഈ ഒരു ജീവിത ദർശനത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിപ്പാൻ അവരെ പ്രചോദിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. പേപ്പർ നമുക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതായ കാര്യമാണ്. ആ പേപ്പറിൽ എഴുതാറുണ്ട്, പ്രിൻ്റ് ചെയ്യാറുണ്ട്. പല ആവശ്യങ്ങൾക്കായി നമ്മൾ വീണ്ടത് വായിക്കുകയും നമ്മൾ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനുമൊക്കെ ശ്രമിക്കും. ടിഷ്യൂ പേപ്പർ പക്ഷേ നമ്മൾ എഴുതാനോ ഒന്നും ഉപയോഗിക്കാറില്ല. അത് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുക? നമ്മളെന്തെങ്കിലും തൂക്കാനോ തുടയ്ക്കാനോ ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, രണ്ടിനെയും പേപ്പർ എന്നാണ് വിളിക്കുന്നത്. രണ്ടിൻ്റെയും ഉദ്ദേശങ്ങൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് വീണ്ടും പുനരുപയോഗിക്കത്തക്ക വിധത്തിൽ ആശയങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളാരും നമ്മളുടെ എഴുത്ത് പേപ്പറുകൾ പോലെയല്ല, അവർ ടിഷ്യൂ പേപ്പർ പോലെയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചുറ്റുപാടും കാണുന്നതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്, അവരതിൽ ജീവിതത്തിൽ സൂക്ഷിക്കുന്നത്. അതവർ ചുറ്റുപാടും കാണുന്ന അവരുടെ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് അവർ അത് പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എത്ര കുഞ്ഞുങ്ങളെ ഈ പരിപോഷണത്തിന് വേണ്ടി പഠിപ്പിച്ചാലും, എത്ര അറിവുകൾ പങ്കിട്ടാലും,
എത്ര രീതികളിൽ അവരെ അതിനായിട്ട് പ്രചോദിപ്പിച്ചാലും അവർ വളരെ കൃത്യമായി അവരുടെ ജീവിതത്തിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത് നമ്മളുടെ ജീവിതമാണ്. മുതിർന്നവരായ നമ്മളെങ്ങനെ ഈ വിശ്വാസം ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നു, ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് സംവേദനം ചെയ്യുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നു, ഇതാണ് കുഞ്ഞുങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് വരും തലമുറയിലേക്ക് നമുക്ക് ഈ വിശ്വാസം പങ്കിട്ട് കൊടുക്കണമെങ്കിൽ ഈ ക്ലാസ്സുകളും ഈ ഇന്ന് നടക്കുന്നതായ ഈ ഇനിഷ്യേഷനും ഇതെല്ലാം പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലാണ്. നാം കടന്നു പോകുന്നതായ ദിനങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് തുടർന്നും മാതൃകയായി നൽകണം. വരും തലമുറകൾ ഈ ദേശത്ത്, ഈ സ്ഥാനത്ത് ആരാധനയ്ക്കായി കടന്നു വരണമെങ്കിൽ ആ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ ജീവിതങ്ങളിലൂടെ അനുദിനം നടക്കണം. അതിന് നമുക്ക് സഹായകരമായി തീരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് നാം നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ ഈ 120 വർഷങ്ങളിൽ 80-ൽ പരം വർഷങ്ങൾ ഈ ഇടവകയുടെ ഭാഗമായി തീർന്നതായ മുതിർന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇവിടെ ആദരിക്കുകയാണ്. അവരുടെ ജീവിതം നമ്മുടെ എല്ലാം അവരുടെ ജീവിതങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെല്ലാം സ്വാധീനിച്ച ജീവിതങ്ങളാണ് അവരുടേത്. കഴിഞ്ഞകാല ഇടവകയുടെ ചരിത്രത്തിൽ പങ്കാളിത്തം നൽകുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ പല തലങ്ങളിൽ ദൈവം അവസരം നൽകി. സമ്പുഷ്ടമായ ഒരു വലിയ ജീവിത യാത്ര അവർ നയിച്ചു. അർത്ഥപൂർണമായ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. അതിൻ്റെ എല്ലാം ആകെത്തുകയിൽ ദൈവം അവർക്ക് നൽകിയതായ ഈ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നാം ഇടവകയായ അവരുടെ ജീവിതത്തിന് നന്ദി പറയുക, സന്നിധിയിൽ സ്തോത്രം പറയുകയാണ്. അവർക്ക് മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ ആശംസകൾ അർപ്പിക്കുകയാണ്. ദൈവത്തോടൊപ്പം അവർ ഇതുവരെയും ചരിച്ചതായ ജീവിത വഴി ഇനിയും അഭംഗരം തുടരുകയും അനേകരുടെ ജീവിതത്തിൽ നല്ല സ്വാധീനമായി, നല്ല സാക്ഷ്യമായി അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുന്നവരായി തുടർന്നും ജീവിക്കുവാൻ അവരെ ദൈവം സഹായിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ള ആശംസ. ഈ ആശംസ അവരെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നാം തുടർന്നും അവരുടെ നന്മയ്ക്കായി, അവരുടെ ജീവിതാനുഗ്രഹത്തിനായി, നമ്മുടെ ജീവിതങ്ങളെ തുടർന്നും സ്വാധീനിക്കുന്ന തരത്തിൽ വിശ്വാസത്തിൻ്റെ നല്ല മാതൃകകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ആയൊരു ആരോഗ്യ സൗഖ്യങ്ങളാൽ ദൈവം അവരെ മുമ്പോട്ട് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആയി നാം ദേശം ആചരിക്കുന്നതായ ദിനം കൂടിയാണ്. 75 സംവത്സരങ്ങളായി ഈ ദേശത്ത് ഒരു റിപ്പബ്ലിക്കായി ഇരിക്കുവാനായിട്ട് ഈ രാജ്യത്തിന് ഇടയായി തീർന്നു. അതിൻ്റെ ഒരു ഭരണഘടന നിലവിൽ വന്നതും അതിൻ്റെ ആചരണം, അതിൻ്റെ വാർഷികമൊക്കെ നാം കഴിഞ്ഞ നവംബറിൽ ആഘോഷിക്കുകയുണ്ടായി. ഈ റിപ്പബ്ലിക്കിൻ്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണഘടന മുമ്പോട്ട് വെക്കുന്നത് സമത്വം, സാഹോദര്യം, മതനിരപേക്ഷതയും ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ ഈ രാജ്യത്ത് അഭംഗുരം നിലനിൽക്കുവാൻ വ്യക്തികളായി, സമൂഹമായി നമുക്കും വലിയ കടമയുണ്ട്. ഇന്ന് നാം റിപ്പബ്ലിക് ഡേ ആയി ദേശമൊക്കെയും ആചരിക്കുമ്പോൾ നാം ഇടവകയായും ഈ ഒരു വലിയ രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നതിൽ അഭിമാനിക്കുന്നു. ആ ഒരു വലിയ പൈതൃകം തുടർന്നും പിൻപറ്റുവാൻ, അനേകം ജീവിതങ്ങളിൽ നല്ല മാതൃകാപരമായി ഇടപെടുവാൻ, നല്ല ഇന്ത്യൻ പൗരരായി ജീവിക്കുവാൻ ദൈവം തുടർന്ന് നമ്മളെ സഹായിക്കട്ടെ എന്നുകൂടി നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ മധ്യേ ഇടവദിന സന്ദേശത്തിനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈശോ മാത്യു അച്ഛനെ ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായല്ലോ. അച്ഛൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്മിയാണ്. സഭയുടെ പ്രധാനപ്പെട്ട പല നിയോഗങ്ങളും വളരെ സത്യസന്ധമായി തന്നെ ഏൽപ്പിച്ചിരുന്നതായ ദൈവിക നിയോഗമെന്ന് കണ്ട് ഇതിൽ ഇടപെടുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കൊച്ചുമ്മ, ഓമന കൊച്ചുമ്മ, ഒരു തിയോളജിക്കലി ട്രെയിൻഡ് വുമണാണ്. സഭയിലെ പ്രധാനപ്പെട്ട പല ഉത്തരവാദിത്വങ്ങളും, പ്രത്യേകിച്ച് വനിതകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളിൽ കൊച്ചമ്മയുടെ പ്രവർത്തനമൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ഇന്ന് കൊച്ചമ്മ വരേണ്ടതായിരുന്നാൽ ശാരീരിക അസ്വസ്ഥ മൂലം വരാനായിട്ട് സാധിച്ചില്ല. അച്ഛനും കൊച്ചമ്മയ്ക്കും 2 മക്കളാണ്, 2 ആൺമക്കളാണ്. മൂത്ത ആൾ സഭയുടെ ശുശ്രൂഷയിൽ വൈദികനായി ഈ നാളയളവിൽ ശുശ്രൂഷ ചെയ്യുന്നു. വേണപ്പെട്ട അച്ഛനും കുടുംബമായി
ഞങ്ങളെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ വളരെ വിശ്വസ്തയോടെ ഈ കാലയളവിൽ നിർവഹിക്കുന്നു. വിനീത് അച്ഛനും ഷേബ കൊച്ചമ്മയും അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇളയ മകൻ വിശാൽ ഒരു പത്രപ്രവർത്തകനാണ്. നാളുകളിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം ഏറ്റവും ഭംഗിയായി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും കാതലായുള്ള ഒരു വലിയ സംശയത്തിൽ നിലനിൽക്കുന്നതായ ഈ നാളുകളിൽ മാധ്യമം എന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ പ്രിയപ്പെട്ട മകനും ഈ നാളുകളിൽ സാധിക്കുന്നു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സമർപ്പണത്തോടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതായ ഒരു കുടുംബമാണ് പ്രിയപ്പെട്ട അച്ഛൻ്റേത്. പ്രകാരം ഒരു അച്ഛൻ നമ്മളോടൊപ്പം ഇന്ന് വന്ന് സംബന്ധിക്കുന്നതിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ളതായ നന്ദി അറിയിക്കുന്നു, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ ഇടവകദിന സമ്മേളനം, ഈ കൂടിവരവ് നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമ്മളുടെ കൂടിവരവുകളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനും കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ഇടവക നൽകുന്ന ഈ മംഗളപത്രത്തിൽ നിന്ന് ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. ഇടവകയുടെ അഭിമാനമായ ശ്രേഷ്ഠാംഗമേ, 1000 പൂർണ്ണചന്ദ്രനെ കാണുവാനുള്ള അപൂർവ ഭാഗ്യവും ആയുസ്സും അവസരവും കഴിഞ്ഞ 29,220 പരം ദിനങ്ങളിൽ 80 സംവത്സരം സർവേശ്വരൻ കനിഞ്ഞു നൽകിയ താങ്കൾക്ക് 123-ാം ഇടവക ദിനത്തിൽ ഞങ്ങളുടെ മംഗളാശംസകൾ. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിലാണ് യഥാർത്ഥ ജീവിതാസ്വാദനം. നാളെ എന്തു വരുമെന്ന് നമുക്കാർക്കും അറിയില്ല, നമ്മുടെ ദൈവം അറിയുന്നു. ദുഃഖമോ സന്തോഷമോ എന്തു വന്നാലും സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുക. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ എന്ന നിശ്ചയത്തിൽ ഉറയ്ക്കുക. ജീവിതത്തിന് പ്രസക്തി നൽകുന്നത് കർമ്മ സാഫല്യമാണ്. താങ്കളുടെ ജീവിതാനുഭവങ്ങൾ കൂടി സംവേദ്യമാക്കിയിട്ടുള്ള അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായി ഭാവി തലമുറയുടെ ജീവിതായോധനത്തിനായി പകർന്ന് കൊടുക്കുക. തലമുറകളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. സംതൃപ്തിയോടെ ജീവിതം നയിക്കുക. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും എന്ന പ്രത്യാശയിൽ ശിഷ്ടായുസ് ജീവിക്കുക. ഗതകാല ജീവിതത്തേക്കാൾ ശോഭനവും സംതൃപ്തവും സമ്പുഷ്ടവുമായ ഒരു ശ്രേഷ്ഠ ജീവിതം നയിക്കുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ മംഗളപത്രം ഞങ്ങൾ സസന്തോഷം സമർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ ഇടവകദിന മീറ്റിങ്ങിൽ വന്നിരിക്കുന്നവരുടെ പേര് മാത്രം ഇപ്പോൾ വായിക്കുന്നുള്ളൂ. ശ്രീ LT തോമസ്, ശ്രീ രാജു എബ്രഹാം, ശ്രീമതി അന്നമ്മ ജോർജ്, അമ്മുക്കുട്ടി മാമൻ, ശ്രീ കുര്യൻ വർക്കി, ശ്രീ ഗീവർഗീസ് ഉമ്മൻ, അന്നമ്മ പൗലോസ്,
അമ്മുക്കുട്ടി തോമസ്, കെ സി വർഗീസ്, ഏലിയാമ്മ വർഗീസ്, അന്നമ്മ മാത്യു, ശോശാമ ഈശോ, മാത്യൂസ് കറിയ, ശ്രീ എൽ ടി തോമസ്, സോറി എൽ ടി കുര്യൻ, ഏകദേശം 40 പേരോളം 80 വയസ്സിന് പ്രായമുള്ളവരുണ്ട്. ശാരീരികമായിട്ട് ക്ഷീണത്തിലൊക്കെ ആയതുകൊണ്ടാണ് അവർ കടന്നു വരാഞ്ഞത്. അവർക്ക് പിന്നീട് ഇത് ഭവനത്തിൽ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ 14 പേർക്കാണ് ഇപ്പോൾ നമ്മൾ നൽകിയത്. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് ആലപിക്കും. എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ല വൻ കൃപ.
തുണരായി മാറയെ മധുരമാക്കി ദാനം തീർത്തവൻ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മയോർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മയോർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. നമ്മുടെ ഇടവകയുടെ വികാരിയും ഇന്നത്തെ ഇടവക ദിന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർവിൻ ജോസഫ് അച്ഛൻ, ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദര സഹോദരികളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 123ാമത് ഇടവക ദിനം ആഘോഷിക്കുന്ന ഈ ഇടവകയ്ക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു. വിശുദ്ധ കുർബാനയെ തുടർന്നുള്ള ഈ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നതിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട ജോർവിൻ അച്ഛനും ഇടവക സെക്രട്ടറി മാത്യൂസ് വർഗീസും പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും സ്വാഗതത്തിനും എൻ്റെ കടപ്പാട് അറിയിക്കട്ടെ. ജോർവിൻ അച്ഛൻ്റെ മാതാപിതാക്കളുമായി എനിക്ക് ദീർഘവർഷത്തെ സ്നേഹ സൗഹാർദ്ദമാണ് ഉള്ളത്. ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മാതാപിതാക്കളുടെ മകൻ എന്നുള്ള നിലയിൽ ജോർവിൻ അച്ഛൻ ഈ ഇടവകയിലും സഭയിലും സമൂഹത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായി ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ദീർഘകാലം സഭയുടെ ഫിനാൻസ് ഓഫീസറായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റതും ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. ഇന്ന് 80 വയസ്സ് പൂർത്തീകരിച്ച് ഇടവക ആദരിച്ച എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ, കൂട്ടുകാരുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയാൻ ശ്രമിച്ചാൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അവർക്കത് വിഷമമാകുന്നതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഈ ഇടവകയിൽ നിന്നുള്ള പട്ടക്കാർ, സുവിശേഷകർ, അതുപോലെ സഭയുടെയും സമൂഹത്തിലെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം അംഗങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെയൊക്കെ സ്നേഹത്തിനും കരുതലിനും ഞാൻ അവരോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ കർത്താവേ, ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് മാർത്തോമ സഭയുടെ ഒരു ഇടവക ആരംഭിക്കുന്നതിനും 121 സംവത്സരക്കാലം ഈ സമൂഹത്തിൽ ഏറ്റവും ധന്യമായ ശുശ്രൂഷ നിറവേറ്റുവാൻ ദൈവം കരുണ ചെയ്തതോർത്ത് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ഈ ഇടവക ദിന സമ്മേളനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും എല്ലാം അനുഗ്രഹകരമാക്കി തീർക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. നെടുമ്പറത്ത് ANC ജംഗ്ഷനിൽ വന്നിട്ട് നെടുമ്പറം മാർത്തോമ്മ പള്ളിയിലേക്ക് പോകുന്ന വഴി ആരോട് ചോദിച്ചാലും ആരും പറഞ്ഞു തരും. നമ്മുടെ സഭാ അംഗങ്ങളല്ലാത്തവർക്കും
നമ്മുടെ വിശ്വാസം പങ്കിടാത്ത ആളുകൾക്കും എല്ലാവർക്കും അറിയാം ഈ പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് അവരെല്ലാം എന്നോട് പറയും, ANC ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ചെല്ലുവാനും മുമ്പോട്ട് പോയാൽ പള്ളി കാണാം എന്ന് പറയും. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ഈ സ്ഥലത്തിന് ദേവാലയം അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ചർച്ച് എന്നൊക്കെ പറയാം. എന്നാൽ ANC ജംഗ്ഷനിൽ വന്നിട്ട് നെടുമ്പറം മാർത്തോമ ഇടവക എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മറ്റ് മതവിശ്വാസികളായ ആളുകൾക്ക് ഒരു ചെറിയ സംശയം തോന്നിയേക്കാം. പള്ളി അവർക്കറിയാം, ഇടവക പള്ളിയല്ല, പള്ളി ഇടവകയല്ല. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ഈ ആരാധനാ സ്ഥലത്തിനാണ് പള്ളി ചർച്ചെന്ന് പറയുന്നത്. ഇന്ന് ചർച്ച് ഡേ എന്നല്ല പറയുന്നു, പള്ളി ദിനമെന്നല്ല പറയുന്നു. പിന്നെന്തോ പറയുന്നു? ഇടവക ദിനമെന്നാണ്, പാരിഷ് ഡേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പള്ളിയല്ല ഇടവക, ഇടവകയല്ല പള്ളി, രണ്ടും വ്യത്യാസമാണ്. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്തിനാണ് പള്ളി എന്ന് പറയുന്നത്. പാരിഷ് എന്നാണ് ഇടവകയുടെ ഇംഗ്ലീഷ്. ഇടവക പാരിഷ് എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ആ ഗ്രീക്ക് വാക്ക് പരോക്യ എന്നാണ്. പരോക്യ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പാരിഷ് അല്ലെങ്കിൽ ഇടവക എന്നുള്ള പേരുണ്ടായിരിക്കുന്നത്. അതിൻ്റെ മൂല അർത്ഥം അടുത്ത് വസിക്കുക എന്നാണ്. മറ്റൊരർത്ഥം അടുത്തായിരിക്കുക എന്നാണ്. അപ്പോൾ ഇടവക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക, അടുത്തായിരിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇന്ന് പള്ളി ദിനമല്ല, ചർച്ച് ഡേ അല്ല, പാരിഷ് ഡേ ആണ്. പാരിഷ് എന്ന് പറഞ്ഞാൽ ഡ്വെല്ലിംഗ് ബിസൈഡ്, അടുത്ത് വസിക്കുക. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത്, ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലങ്ങളുടെ പേരൊന്നും പറയാത്തത്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കുറേ വർഷം മുമ്പ് സ്വന്തമായി പള്ളിയില്ലായിരുന്നു. ഒരു ആംഗ്ലിക്കൻ പള്ളിയുടെ ഒരു സൈഡിലുള്ള ഹോളിലാണ് നമ്മൾ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കവിടെ സ്വന്തം പള്ളിയുണ്ട്. പള്ളി ഇല്ലാതിരുന്ന കാലത്ത് ഒരു ആംഗ്ലിക്കൻ പള്ളിയുടെ ഒരു സൈഡ് ഹോളിനാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ ആ പള്ളിയിലെ അച്ഛനെ ഞാൻ ഒരിക്കൽ കണ്ടു, ആംഗ്ലിക്കൻ അച്ഛനെ. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ ഇടവകയിൽ എത്ര വീട്ടുകാരാണ്? അച്ഛൻ പറഞ്ഞു 50,000. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിൽ പകുതി ആളുകൾ മറ്റ് മതവിശ്വാസങ്ങളിൽപ്പെട്ടവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല. ഇപ്പം നെടുമ്പറം ഇടവകയിൽ എത്ര വീട്ടുകാരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടവക രജിസ്റ്ററിൽ പേരുള്ള 300 320 പേരായിരിക്കാം ഇടവക സെക്രട്ടറി പറയുന്നു. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലുള്ളവരിൽ പകുതി പേര് മറ്റ് ഇതര മതവിശ്വാസികളാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെ അച്ഛാ? അതെനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ പള്ളി ഇരിക്കുന്ന സ്ഥലത്തെ മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ മെമ്പേഴ്സായിട്ടാണ് ഞങ്ങൾ കൗണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ആ അച്ഛൻ പറയാണ്, ഈ പള്ളി ഇരിക്കുന്ന സ്ഥലത്തെ എല്ലാ മതവിശ്വാസികളെയും, ക്രൈസ്തവരുൾപ്പെടെ എല്ലാവരെയും ഞങ്ങളുടെ അംഗങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതാണ് പാരിഷ് എന്ന പദത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് ഉള്ളവരുടെ മാമോയിസ നടത്തുക, കല്യാണം നടത്തുക, ശവസംസ്കാരം നടത്തുക, മെമ്പർഷിപ്പ് ഉള്ളവരുടെ രോഗികൾക്ക് വേണ്ട സൗഖ്യത്തിന് വേണ്ട ഏർപ്പാട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യം മാത്രമല്ല ഇടവക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പെർഹാപ്സ്
church is the only institution which exists for its non-members. Perhaps church is the only institution which exists for its non-members. ഒരു പക്ഷേ മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടി ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം സഭയായിരിക്കാം, ഇടവകയായിരിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അംഗത്വമുള്ളവർക്ക് വേണ്ടി, മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സൊസൈറ്റി അല്ല, ഒരു പ്രസ്ഥാനമല്ല ഇടവക സഭ എന്ന് പറയുന്നു. ഞാനിവിടെ ഇന്ന് വന്നിട്ട് കുർബാന തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജോർവിൻ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് തന്നു. അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളവരുടെ ലിസ്റ്റാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു പേജ് നിറച്ച് വീട്ടുപേരും പേരുകളുമാണ്. അതിൽ കുറേ ആളുകളുടെ പേര് മാത്രമേ നമ്മുടെ ഇടവക്കാരുടേതുള്ളൂ. ബാക്കി ഈ നാട്ടിലും ഈ നാട്ടിലില്ലാത്തവരുടെയും വിവിധ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെയും രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന, ഓപ്പറേഷന് വിധേയരാകാൻ പോകുന്ന അങ്ങനെയുള്ള ഒരു നീണ്ട ലിസ്റ്റ് അച്ഛൻ എൻ്റെ കയ്യിൽ തന്നു. അച്ഛനോട് എനിക്ക് ഏറെ ബഹുമാനവും ആദരവും തോന്നി. കാരണം നെടുമ്പറം ക്രിസ്തോസ് പള്ളിക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരച്ഛനല്ല, മറിച്ച് ഈ സമൂഹത്തിൽ ആരൊക്കെ വേദനപ്പെടുന്നു, ദുരിതം അനുഭവിക്കുന്നു, ആരൊക്കെ രോഗികളായിരിക്കുന്നു, ആരൊക്കെ ഓപ്പറേഷന് വിധേയരാകാൻ പോകുന്നു, അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ള വിശാലമായ കാഴ്ചപ്പാടുള്ള ജോർവിൻ അച്ഛൻ്റെ കൂടെ നിങ്ങൾ അച്ഛനെ ചേർത്ത് നിർത്തി, നിങ്ങളെ അച്ഛൻ ചേർത്ത് നിർത്തി ഒരു നല്ല സമൂഹമായി വളരുന്നത് കാണുമ്പോൾ എനിക്കേറെ സന്തോഷമാണ്. ഇതാണ് ഒരു ഇടവകയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മറിച്ച് മെമ്പർഷിപ്പ് ഉള്ളവരുടെ ആത്മീക ഭൗതിക കാര്യങ്ങൾ നോക്കുന്ന ഒരു സൊസൈറ്റി അല്ല ഇടവക. മറിച്ച് ഈ ദേശത്തുള്ള ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവസ്നേഹം പകരുന്ന പ്രസ്ഥാനമാണ് ഇടവക എന്ന് പറയുന്നത്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. ഞാൻ ആദ്യം അച്ഛൻ്റെ പാഴ്സനേജിൽ ചെന്നു. അച്ഛൻ്റെ പാഴ്സനേജിൽ ചെന്നപ്പോൾ അവിടെ ആ മാസത്തെ ന്യൂസ് ലെറ്റർ കിടക്കുന്നത് ഞാൻ കണ്ടു. ന്യൂസ് ലെറ്റർ, വാർത്താ പത്രിക. ആ വാർത്താ പത്രികയിൽ നോക്കിയപ്പോൾ ആ പള്ളി ഇരിക്കുന്ന ആ നാട്ടിലെ ക്രൈസ്തവ ഇതര സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന കുട്ടി നിര്യാതയായി. ആ കുട്ടിയുടെ ഫോട്ടോയും ആ കുട്ടിയുടെ കുടുംബക്കാർക്ക് അനുശോചനമൊക്കെ രേഖപ്പെടുത്തിയ ഒരു വാർത്ത ആ ഇടവകയുടെ ന്യൂസ് ലെറ്ററിൽ ഞാൻ കണ്ടു. എനിക്കേറെ സന്തോഷമായി. പലപ്പോഴും നമ്മുടെ ന്യൂസ് ലെറ്ററുകളിൽ നമ്മുടെ ഇടവാംഗങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും ആരെങ്കിലും മരിച്ചാൽ അവരുടെ ഫോട്ടോയും ഒക്കെ കൊടുക്കും. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഈ ഇടവകയിലെ അംഗമല്ലാത്ത ഇതര മതവിശ്വാസിയായ ഒരു കുട്ടിയുടെ നിര്യാണം ഈ ന്യൂസ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ആ കുട്ടി ഈ ഗ്രാമത്തിൻ്റെ കുട്ടിയാണ്, ഈ കുട്ടി ഞങ്ങളുടെ കുട്ടിയാണ്. ഏത് മതവിശ്വാസത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ല, ആ കുട്ടിയുടെ വേർപാടിൻ്റെ ദുഃഖം ഞങ്ങളുടെ ദുഃഖമാണ്. ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നി. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എത്ര നല്ലൊരു കാര്യമാണ് ആ വാർത്താ പത്രികയിൽ ആ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ ആ വീടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ആ ഇടവക
ആ ഇടവക ജനങ്ങൾ അതേറെ ചിന്തോദീപകമായ ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ പോയി. ഒരു കൊച്ചച്ഛനാണ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ പരസ്യത്തിൽ അച്ഛൻ പറഞ്ഞു, നമ്മുടെ പള്ളിയുടെയും പാഴ്സനേജിൻ്റെയും അടുത്ത് താമസിക്കുന്ന ഇന്ന ആൾ മരിച്ചുപോയി. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം പങ്കിടുന്ന ആ ഇടവകയിലെ അംഗമല്ല. അച്ഛൻ പറഞ്ഞു, നമ്മുടെ അയൽക്കാരൻ ഇന്ന ആൾ മരിച്ചുപോയി, ഇന്ന് ഉച്ച കഴിഞ്ഞ് ശവസംസ്കാരമാണ്, ഞാൻ ആ ശവസംസ്കാരത്തിന് പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും അവിടെ വരണം, ആ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അതും എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒരു കൊച്ചച്ഛൻ അയലോക്കത്ത് ഒരാൾ മരിച്ചപ്പോൾ, ആ പള്ളിക്കാരനല്ലാത്ത ഒരാൾ മരിച്ചപ്പോൾ ആ കുടുംബത്തോട് കാണിക്കുന്ന ആദരവും ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന സമീപനവും. പ്രിയപ്പെട്ടവരെ, ഇടവക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക എന്നാണ്, ഡ്വെല്ലിംഗ് ബിസൈഡ് എന്നാണ്. ഈ 320 വീടുള്ള നെടുമ്പലം ക്രിസ്തോസ് ഇടവകയിലെ 320 വീട്ടുകാരുടെ അയലോക്കത്ത് താമസിക്കുന്ന ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും നമ്മുടെ ഇടവകയിലെ അംഗങ്ങളായി നിങ്ങൾ കാണാനുള്ള വിശാലമായ മനസ്സുണ്ടാകണം. ഞാൻ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും സ്കൂളിൽ ഒരു അസംബ്ലിയുണ്ട്. അസംബ്ലിയിൽ ഞങ്ങളുടെ സ്കൂൾ ലീഡർ ഞങ്ങൾക്ക് ഒരു പ്രതിജ്ഞ ചൊല്ലിത്തരും. ആ പ്രതിജ്ഞ ഞങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 1-ാമത്തെ പേജിൽ അച്ചടിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അതിന് പ്ലഡ്ജ് എന്നും മലയാളത്തിൽ പ്രതിജ്ഞ എന്നുമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ചെറിയ ക്ലാസ്സിൽ ആ പ്രതിജ്ഞ സ്കൂളിൽ ഏറ്റുപറഞ്ഞിട്ടുള്ളവരാണ്. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരും സഹോദരികളുമാണ്, ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞയാണ്. നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ ഏറ്റുപറഞ്ഞത് ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരും സഹോദരികളുമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഭാഷയുടെയും വിശ്വാസത്തിൻ്റെയും സഭയുടെയും വിശ്വാസങ്ങളുടെയൊക്കെ പേരിൽ നമ്മൾ ആളുകളെ വിവേചന മനോഭാവത്തോടെ കാണുകയല്ല. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരങ്ങളാണ്, സഹോദരികളാണ് എന്ന മനോഭാവത്തോടെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് 123-ാം ഇടവക ദിനം ഇന്ന് ആഘോഷിക്കുമ്പോൾ അടുത്ത് വസിക്കുക എന്നാണ് ഈ പാരിഷ് എന്ന പദത്തിൻ്റെ അർത്ഥമെങ്കിൽ, നമ്മുടെ അയലോക്കത്ത് താമസിക്കുന്ന ആളുകൾക്ക് നമ്മൾ നല്ല അയൽക്കാരായി തീരുമ്പോഴാണ് നമ്മുടെ ഇടവകയായിത്തീരുന്നത്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാലം ചെയ്ത ക്രിസോസ്റ്റം തിരുമേനി നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്ന സംഘടനയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നാഗ്പൂരിലാണ്. തിരുമേനി അതിൻ്റെ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞ് ആദ്യം ചെയ്ത പ്രസംഗത്തിൽ തിരുമേനി ഇപ്രകാരം പറഞ്ഞു. തിരുമേനി പറഞ്ഞു, എനിക്ക് പട്ടം കിട്ടിയ ദിവസം, ഞാനൊരു ഷമ്മാശനായി പട്ടമേറ്റ ദിവസം, ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് സ്കൂളിൽ ജോലിക്കായി പ്രവേശിച്ചു. ഒരു വക്കീൽ LLB പാസ്സായി കോടതിയിൽ സനത്തെടുത്ത് എൻറോൾ ചെയ്ത് ഒരു വക്കീൽ ജോലി ആരംഭിച്ചു. എനിക്ക് പട്ടം കിട്ടിയ ദിവസം ഒരു മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൽ ഒരു ക്ലർക്കായി ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് കയറി. തിരുമേനി അന്ന് പറഞ്ഞ പ്രസംഗത്തിൽ പറയുകയാണ്, എനിക്ക് പട്ടം കിട്ടിയതുപോലെ ഈ വക്കീലിനും ഈ ടീച്ചറിനും മുനിസിപ്പാലിറ്റി ക്ലർക്കിനും ദൈവം പട്ടം കൊടുത്ത് അവരുടേതായ മേഖലകളിൽ അവരെ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് പ്രസ്താവിച്ചു. വളരെ ചിന്തോദീപകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തിരുമേനി പറഞ്ഞത്. ഇന്ന് ഇവിടെ
ഇരിക്കുന്ന നിങ്ങളെല്ലാവരും വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. ടീച്ചേഴ്സ് ആയിരിക്കാം, കൃഷി ചെയ്യുന്നവരായിരിക്കാം, കച്ചവടം ചെയ്യുന്നവരായിരിക്കാം, അഡ്വക്കേറ്റ്സ് ആയിരിക്കാം, ഡോക്ടർമാരായിരിക്കാം, നേഴ്സസ് ആയിരിക്കാം. വിവിധ മേഖലകളിൽ ഉള്ളവരാണ് നിങ്ങൾ എല്ലാവരും. ഓർക്കുക, ഈ പ്രസംഗിക്കുന്ന അച്ഛനെ പോലെയും ഇവിടെ ഇരിക്കുന്ന ജോർവിൻ അച്ഛനെ പോലെയും ഞങ്ങൾക്ക് പട്ടം കിട്ടിയിട്ടില്ലല്ലോ എന്ന ചിന്ത വേണ്ട. നമ്മളെല്ലാവരും ദൈവത്താൽ നിയോഗിതരായി രാജകീയ പുരോഹിത വർഗമാണ് എന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വലിയ നിയോഗമാണ് എന്ന രീതിയിൽ ഈ ഇടവകയിലെ സജീവ പ്രവർത്തനത്തിൽ നാം ഏർപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം മാരാമൺ കൺവെൻഷൻ അടുത്ത് വരികയാണല്ലോ. തിരുമേനി പറഞ്ഞ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുമായി പങ്കിടുകയാണ്. തിരുമേനി പറഞ്ഞു, മാരാമണ്ണ കൺവെൻഷനിലെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത്. ലോകത്തിലുള്ള ഏത് മതത്തിൽപ്പെട്ട, ലോകത്തിൽ ഏത് സ്ഥലത്ത് താമസിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ ആവശ്യം എഴുതി കൊടുത്താൽ നമ്മുടെ മാരാമണ്ണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പല ആവശ്യങ്ങളാണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓരോരുത്തർ എഴുതി കൊടുക്കും. ക്രിസോസ്റ്റം തിരുമേനി പറയാണ്, തിരുമേനിയുടെ ചെറുപ്പകാലത്ത് തിരുമേനിയും കൂട്ടുകാരും കുമ്പനാട്ടിൽ നിന്ന് മാരാമണ്ണ് പോകും. മാരാമണ്ണ് മണപ്പുറത്തിരിക്കുമ്പോൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ കുമ്പനാട്ട് ദേശത്തുള്ള ഒരാൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആൾ പേരും വീട്ടുപേരും പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ തിരുമേനി അവിടെ കേൾക്കുകയാണിത്. യോഗം കഴിഞ്ഞ ഉടൻ തന്നെ കുമ്പനാട്ടിൽ നിന്ന് വന്ന തിരുമേനിയും തിരുമേനിയുടെ കൂട്ടുകാരും കൂടെ പന്തലിൽ കൂടും. എന്നിട്ട് പറയും, ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ നാട്ടിലുള്ള ഇന്ന വീട്ടിലെ ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പേര് പറയാത്തത് ഇതെല്ലാം ഓൺലൈനിൽ വരുന്നതുകൊണ്ടാണ് പേര് പറയാത്തത്. അപ്പോൾ ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ അറിഞ്ഞില്ലല്ലോ ആ ആളിന് അസുഖമായത്. അവരെന്തോ ചെയ്യുന്നറിയാമോ? മാരാമണ്ണെന്ന് അവർ നേരെ പോകുന്നത് കുമ്പനാട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പേര് പറഞ്ഞ ആളിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് ചോദിക്കും, ഞാൻ ചുമ്മാ ഒരു പേര് പറയുകയാണ്, ഒരു സാങ്കല്പിക പേര്, തോമാച്ച, ഇന്ന് ഞങ്ങൾ മാരാമണ്ണ് പോയിരുന്നു. അപ്പോൾ തോമാച്ചന് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു. സുഖമില്ലെന്ന് ഞങ്ങൾ അന്നേരം അറിഞ്ഞത്. ഞങ്ങൾ മാരാമണ്ണൊന്ന് വരികയാണ്. ആശുപത്രി കൊണ്ടുപോകണോ? പണമുണ്ടോ? ടാക്സി വിളിക്കണോ? ആശുപത്രിയിൽ കൂട്ടിനിരിക്കാൻ ഞങ്ങൾ വരണോ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ട് ആ തിരുമേനിയും കൂട്ടുകാരും അവിടെ നിന്ന് പോവുകയുള്ളായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഇത് പറയാൻ കാരണം, ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള കണക്കില്ലാത്ത വിഷയങ്ങൾ പറയുക, എന്നിട്ട് യാതൊരു പ്രതികരണവും ഇല്ലാതെ മടങ്ങിപ്പോവുക. കൺവെൻഷനൊക്കെ ഒരു കേവലം ഇതൊരു ചടങ്ങായി മാറിയിരിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ തിരുമേനി പറയുന്നത്, ഇന്ന് ജോർവിനച്ചൻ ഈ പള്ളിയിൽ ഈ നാട്ടിലുള്ള ഇടവകയിലുള്ള ഒരാളുടെ വീട്ടുപേരും പേരും പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ നിന്ന് നിങ്ങൾ നേരെ പോകേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്കല്ല, ഇന്ന് അച്ഛൻ പറഞ്ഞ ആ രോഗിയുടെ വീട്ടിലേക്ക് പോകുവാനും ഞങ്ങൾ എന്ത് സഹായം വേണം ചെയ്യാൻ എന്ന് പറയാനും കഴിയണം. നമ്മൾ പലപ്പോഴും രോഗിയെ കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം മറന്നു പോകാറുണ്ട് എന്ന് തിരുമേനി പറഞ്ഞത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും നമ്മൾ അറിയണം. ഒരാളുടെ പേരിവിടെ പറഞ്ഞാൽ ആ ആളിൻ്റെ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരണം, ഇന്ന ആളാണല്ലോ എന്ന്. അതുപോലെ മറ്റൊരു കാര്യം, നാം പലപ്പോഴും നെടുമ്പറത്തെ എനിക്കറിയത്തില്ല, നമുക്കിഷ്ടമുള്ളവരുടെ അടുത്താണ് പള്ളിയിൽ ആരാധനയ്ക്ക് പോലും ഇരിക്കുന്നത്. ചില പള്ളിയിലൊക്കെ ചിലർക്ക്
പെർമനൻ്റ് സീറ്റ് തന്നെയുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കിഷ്ടമുള്ളവരുടെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ കൈ കൊടുക്കുന്നതും നമുക്കിഷ്ടമുള്ളവർക്കാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതും നമ്മെ സ്നേഹിക്കുന്നവരെയും നമുക്കിഷ്ടമുള്ളവരുടെയും അടുത്താണ് നമ്മൾ സ്നേഹിക്കുകയും കരുതുകയും അടുത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറയുന്നവർക്ക് തിരിച്ച് നിങ്ങൾ വന്ദനം ചെയ്താൽ എന്ത് ഉപചാരം കിട്ടുമെന്നാണ് പറയുന്നത്. ഇന്ന് വരെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാത്ത ഒരാൾക്ക് ഇന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കഴിയണം. ഇന്ന് വരെ നമ്മൾ അങ്ങോട്ട് ഒരു ഗുഡ് മോർണിംഗ് പറയാത്തവർക്ക് നമുക്കൊരു വന്ദനം ഇന്ന് കൊടുക്കാൻ നമുക്ക് കഴിയണം. സ്നേഹിക്കാൻ കൊള്ളാവുന്നവരെ സ്നേഹിക്കുന്നത് വലിയ കാര്യമല്ല. എന്നാൽ സ്നേഹിക്കാൻ കൊള്ളുകയില്ല എന്ന് സമൂഹം പറഞ്ഞ് മാറ്റി നിർത്തുന്നവരെ, അവരെ പ്രത്യേകം സ്നേഹിക്കാനും കരുതുവാനും നമുക്ക് കഴിയണം. കേമം വസ്ത്രം ധരിച്ച് വരുന്ന ആളുകളെ വന്നാട്ടെ ഇരുന്നാട്ടെ എന്ന് പറയുകയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വരുന്നവരെ നമ്മൾ ബഹിഷ്കരിക്കുകയും ചെയ്യാൻ പാടില്ല. യേശുക്രിസ്തുവിന് എപ്പോഴും സമൂഹം മാറ്റി നിർത്തിയവരോടും ദരിദ്രരോടും പാവപ്പെട്ടവരോടും ഒരു പ്രത്യേക സ്നേഹവും കരുതലും മമതയും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെപ്പറ്റി പരീശന്മാർ പറഞ്ഞ ഒരു പ്രധാന ആരോപണം അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. ചുങ്കക്കാരും പാപികളും അന്നത്തെ സമൂഹത്തിൽ ബഹിഷ്കൃതരായ ആളുകളായിരുന്നു. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയവരാണ്. സക്കായിയെ പോലുള്ള ആളുകൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ലായിരുന്നു. അങ്ങനെയുള്ള സക്കായിയുടെ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിക്കാതെ തന്നെ അങ്ങോട്ട് ക്ഷണം നൽകി യേശു സക്കായിയുടെ വീട്ടിൽ പോയി അവനോടുകൂടെ പാർത്ത് അവനോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇടവകയിൽ നമ്മളെപ്പോഴും ഓർക്കുക, നമുക്കിഷ്ടമുള്ളവരെ മാത്രം എപ്പോഴും ഫോൺ ചെയ്യുകയും ഇഷ്ടമുള്ളവരെ മാത്രം സ്നേഹിക്കുകയും കരുതുകയും ഇഷ്ടമുള്ളവരോട് മാത്രം ഗുഡ് മോർണിംഗ് പറയുകയും ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിൽ നിന്ന് എന്നോട് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ആളുകളെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. ഞാൻ ഒരിക്കലൊരു ഇടവകയിൽ ചുമതലയിൽ ആദ്യമായി ചെല്ലുകയാണ്. ഞാൻ ഇടവക ചുമതല ഏൽക്കുന്നതിന് മുമ്പ് ആ ഇടവകയിലുള്ള ഒരു സീനിയർ ഡോക്ടർ എന്നോട് ഇപ്രകാരം പറഞ്ഞു, അച്ഛൻ, യു ഹാവ് ടു വാക്ക് വിത്ത് ദി സ്ലോവസ്റ്റ് മെമ്പർ ഓഫ് ദിസ് പാരിഷ്. അച്ഛൻ, യു ഹാവ് ടു വാക്ക് വിത്ത് ദി സ്ലോവസ്റ്റ് മെമ്പർ ഓഫ് ദിസ് പാരിഷ്. ഈ ഇടവകയിൽ ഏറ്റവും പെരുക്കെ നടക്കുന്ന ആളിനോടൊപ്പം വേണം അച്ഛൻ നടക്കാൻ. കൂട്ട ഓട്ടത്തിൻ്റെ കാലമാണ്. ഫാസ്റ്റായി നടക്കുന്ന വളരെ ആരോഗ്യത്തോടെ ചുറിയുറുക്കോടെ നടക്കുന്നവരോട് കൂടെ അച്ഛൻ നടക്കരുത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഉദ്ദേശിച്ചത് ബലഹീനരോടുകൂടെ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരോടുകൂടെ, ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരോടുകൂടെ അവരോടൊപ്പമായിരിക്കണം അച്ഛൻ നടക്കേണ്ടത് എന്നാണ് അദ്ദേഹം എന്നെ ഉപദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവക ശുശ്രൂഷയിൽ, നമ്മുടെ ഇടവകയിൽ നമ്മൾ 123-ാം ഇടവക ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഒരു നോട്ടം ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ഒരു ഷെയ്ക്ക് ഹാൻഡ് ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ഒരു തലോടൽ ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ഒരു സന്ദർശനം ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ, ഒരു വാക്ക് കൊതിക്കുന്നവർ, അങ്ങനെയുള്ളവരോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഇടവകയുടെ പ്രവർത്തനം അർത്ഥപൂർണമായി തീരുന്നു. ഇന്ന് 19 കുഞ്ഞുങ്ങൾ, ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. 19 കുഞ്ഞുങ്ങൾ ഇന്നാദ്യമായി വിശുദ്ധ കുർബാന കൈക്കൊണ്ട് സഭയോടും കർത്താവിനോടും ചേർന്നിരിക്കുകയാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഒരു മോൾ ഇരിപ്പുണ്ടായിരുന്നു, ഒരു മോൾ. ആ മോൾ ഇപ്പം പോയെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ കൊയറുകാർ പാടിയ പാട്ടെല്ലാം ആ മകൾ, ആ കുഞ്ഞ് കാണാതെ പാടുന്നത് ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെ 5 കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അവർ ഇന്നത്തെ ഈ ഇടവക ദിന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇവിടെ സജീവമായൊരു സൺഡേ സ്കൂൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ന്യൂ ജൻ നല്ല കുട്ടികളാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ന്യൂ ജൻ കുട്ടികളെ, പുതിയ തലമുറയിലെ കുട്ടികൾ.
എന്നാൽ നെടുമ്പറത്തെ എനിക്കറിയത്തില്ല. ചില ഇടവ മിഷൻ്റെയൊക്കെ യോഗത്തിന് പോകുമ്പോൾ അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവർ പറയുന്നത്, ഇത് ഓൺലൈനിൽ പറയാനൊക്കത്തില്ല, യുവതലമുറയെ മോശമായി ചിത്രീകരിക്കുന്ന അവരെല്ലാം കുഴപ്പക്കാരാണ്, അവരെ നന്നാക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു വിഷയം അതാണ്. ഇന്നത്തെ ന്യൂജൻ എല്ലാം കുഴപ്പക്കാരാണെന്നുള്ള രീതിയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന വിഷയം പല ഇടവ മിഷനിലും കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ കുട്ടി പിന്നെ മേലാല ഇടവ മിഷൻ യോഗത്തിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കൊയറിലൊക്കെ ഇരിക്കുന്ന ഈ ന്യൂജൻ, ഈ കുട്ടികളൊക്കെ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വളരെ നന്നായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇളം തലമുറ നല്ല കുട്ടികളാണ്, നല്ല മൂല്യമുള്ളവരാണ്, അവർ സഭയെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് യാതൊരു ജാതി മത വ്യത്യാസമന്യേ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ന്യൂജൻ. അതുകൊണ്ട് നമ്മുടെ യുവതലമുറയിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുവാൻ നമ്മുടെ ഇടവകയ്ക്ക് പ്രത്യേക കടമയുണ്ട് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഇരിക്കുന്ന പേരൻസും ഗ്രാൻഡ് പേരൻസും, ഞാനും ഒരു ഗ്രാൻഡ് ഫാദറാണ്. എനിക്കും 2 കൊച്ചുമക്കളുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെയും വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചന്മാരുടെയും ഉത്തരവാദിത്വം എന്താണെന്നറിയോ? നിങ്ങളുടെ അടുത്ത തലമുറയോട് നിങ്ങൾ കഥ പറയുന്നവരാകണം. കഥ പറയണം. ഏത് കഥയാണ്? കൊച്ചു കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതിരിക്കുമ്പോഴും അവർ ഉറങ്ങാതിരിക്കുമ്പോഴും നമ്മൾ കൃത്രിമമായി ചമച്ചുണ്ടാക്കുന്ന അമ്പിളി അമ്മാമൻ്റെ കഥയെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് മക്കളെ, നമ്മുടെ പൂർവ്വ മാതാപിതാക്കളെ ദൈവം വഴി നടത്തിയ കഥകൾ, നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയൊക്കെ നേരിനും നെറിക്കും സത്യസന്ധതയ്ക്കും വേണ്ടി നിലകൊണ്ടപ്പോൾ അവരനുഭവിച്ച ക്ലേശങ്ങളുടെയും കഷ്ടതകളുടെയും കഥകൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പറയാൻ കഴിയണം. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിദേശത്തും കേരളത്തിന് പുറത്തുള്ളവരെ ഫോൺ ചെയ്യുമ്പോൾ എന്ത് കഴിച്ചിരിക്കുന്നു, ഇന്നെന്തോ കഴിച്ചു, എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് മൂല്യമുള്ള കഥകൾ പറയുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നിങ്ങൾ സ്റ്റോറി ടെല്ലേഴ്സ് ആകണം. സ്റ്റോറി ടെല്ലേഴ്സ്. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കൃത്രിമമായി ചമച്ചുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റോറീസ് അല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ ദൈവം നമ്മെ നടത്തിയ നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളിലും വേദനകളിലും അവർ സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിലകൊണ്ട, മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട, കൈക്കൂലി വാങ്ങിക്കാത്ത, അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളുടെ കഥകൾ അടുത്ത തലമുറയ്ക്ക് പറയുവാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൊച്ചുമക്കളുമായി ഇങ്ങനെയുള്ള കഥകൾ പറയുവാൻ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ടോ? നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചോദ്യം ആക്കാറുണ്ടോ? ഇന്ന് പള്ളിയിൽ പോയോ? ഇന്ന് വേദപുസ്തകം വായിച്ചോ? ഇന്ന് കുടുംബ പ്രാർത്ഥന നടത്തിയോ? ഇന്ന് സൺഡേ സ്കൂളിൽ പോയോ? ഇന്ന് സൺഡേ സ്കൂളിൽ എന്താണ് കുഞ്ഞുങ്ങളെ പഠിച്ചത്? ഇങ്ങനെ അടുത്ത തലമുറയുമായി നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ മൂല്യങ്ങളെയും പകർത്തു കൊടുക്കേണ്ട സ്റ്റോറി ടെല്ലേഴ്സ് ആയിരിക്കണം ഇന്നിവിടെ വന്ന എല്ലാവരും. പ്രത്യേകിച്ച് 80 വയസ്സ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം ആയുസ് കൊടുത്ത എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് അടുത്ത വർഷവും ഇടവക ദിനത്തിന് വരാൻ ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. നിങ്ങളാരും ഉറങ്ങിയില്ല, നിങ്ങളാരും കോട്ടുവാ വിട്ടില്ല, നിങ്ങളാരും കുർബാന കഴിഞ്ഞിട്ട് പോയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 123 സംവത്സരം പൂർത്തീകരിച്ച് 124ലേക്ക് പ്രവേശിക്കുന്ന ഈ ഇടവകയ്ക്ക് ഇനിയും വരുന്ന വർഷം ഇത്രയും നാൾ പ്രവർത്തിച്ചതിനേക്കാൾ ഏറ്റവും ബെസ്റ്റായി പ്രവർത്തിക്കുവാൻ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോബർട്ട് ബ്രൗണിംഗ് എന്ന ആംഗലേയ കവിയുടെ ഒരു പദ്യത്തിൻ്റെ 2 ലൈൻ ഇപ്രകാരമാണ്: ഗ്രോ ഓൾഡ് വിത്ത് ഗോഡ്, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ദൈവത്തോടുകൂടെ പ്രായമാകുക,
ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഏറ്റവും നല്ലത് ഇനിയും വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ജോർവിനച്ചൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ മെച്ചമായത് ഇനിയും അടുത്ത വർഷം വരാനിരിക്കുന്നേ ഉള്ളൂ. 123 വർഷം ഈ ഇടവക പ്രവർത്തിച്ചതിനേക്കാൾ ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഇനി ഏറ്റവും നല്ലത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഇത്രയും നേരം ശ്രദ്ധയോടെ ഇരുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ അടുത്ത് വന്ന് സംസാരിക്കണം. അച്ഛൻ ഞങ്ങളുടെ ഇടവക ദിനത്തിന് വന്ന അച്ഛനാണോ എന്നൊക്കെ ചോദിക്കണം. ദൈവം ജോർവിനച്ഛനെയും കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും ഗായക സംഘത്തെയും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛൻ. ഇവിടെ ഇടവക ഗായക സംഘം ക്രിസ്തോസ് ഗീതങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം, ഒരു ഗാന പുസ്തകം റിലീസ് ചെയ്യുകയാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ക്രിസ്തോസ് കീർത്തനങ്ങൾ എന്ന പുസ്തകം ഔട്ട് ഓഫ് പ്രിൻ്റായി എല്ലാവർക്കും പലരും ആവശ്യപ്പെടുന്നു, നൽകാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ വർഷത്തെ ഒരു പ്രവർത്തനമായി നമ്മുടെ ഗായക സംഘം ഈ ക്രിസ്തോസ് ഗീതങ്ങൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. ക്രിസ്തോസ് കീർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നതായ നമ്മൾ പാടിപ്പതിഞ്ഞതായ പാട്ടുകളും കുറച്ചേറെ പുതിയ പാട്ടുകൾ കൂടി ചേർത്ത് 500-ൽ പരം പാട്ടുകൾ ചേർത്തുള്ളതായ ഒരു പുസ്തകമായിട്ടത് ക്രമീകരിക്കുകയാണ്. അതിൽ വിഷയാനുക്രമണികയിൽ വിഷയാടിസ്ഥാനത്തിൽ പാട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ തീമിന് ചേർന്നിട്ടുള്ളതായ പാട്ടുകൾ ഒരുമിച്ച് അത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അകരാതിയും അതിന് നമുക്കുണ്ട്. പാട്ടുകൾ കണ്ടെത്താനായിട്ടുള്ള ക്രമീകരണം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആശ്വാസഗീതങ്ങളുടെ ഒരു പ്രത്യേക ഭാഗമുണ്ട്. അതേപോലെ തന്നെ ദുഃഖസമയത്ത് വായിക്കാവുന്നതായ, വേർപാടിൻ്റെ സമയത്ത് വായിക്കാവുന്നതായ വേദഭാഗങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രത്യേക സന്ദർഭങ്ങളിൽ വായിക്കേണ്ടതായ വേദവചനങ്ങളുടെ റെഫറൻസ് അതിൽ ചേർത്തിട്ടുണ്ട്. മലങ്കര മാർത്തോമാ സുറിയാനി ക്രിസ്ത്യാനികളുടെ ശുശ്രൂഷാക്രമത്തിൽ ശവസംസ്കാര ക്രമം ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്ന 1-ാം ഭാഗം അതിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം സവിശേഷതകളോട് കൂടിയതായ ഒരു പുസ്തകമായി നമ്മളിത് പ്രസിദ്ധീകരിക്കുകയാണ്. ഇവിടെ ഇടവാംഗങ്ങളെല്ലാവരും അത് വാങ്ങി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ പ്രവർത്തനം ഇതിൻ്റെ പ്രസിദ്ധീകരണ കമ്മിറ്റി അംഗങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഈശോ മാത്യു അച്ഛൻ കൊയ്ക്കേൽ മറിയാമ്മ തോമസ് ആൻറ്റിക്ക് ഇതിൻ്റെ ആദ്യ പ്രതി നൽകി ഇത് റിലീസ് ചെയ്യുന്നതാണ്. നന്ദി രേഖപ്പെടുത്തുന്നതിനായി കൺവീനർ ശ്രീ തോമസ് സി തോമസിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇടവക ദിന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ ഇടവകാരി റവറൻ ജോർജിൻ ജോസഫ് അച്ഛൻ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് രാവിലെ മുതൽ നിറഞ്ഞ് ശോഭിച്ചതായ ബഹുമാനപ്പെട്ട വികാരി ജനറൽ റവറൻ ഈശോ മാത്യു അച്ഛൻ, നമ്മുടെ ഇടവകയിൽ ഏറ്റവും പ്രായം ചെന്നതായ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിമാരെയും നാം ഇന്ന് ആദരിക്കുന്നു. അവരിന്ന് എല്ലാവരാലും ആദരിക്കപ്പെട്ടവരാണ്. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, സ്നേഹ വന്ദനം. 123 വർഷങ്ങൾ നമ്മുടെ ഇടവക പിന്നിട്ടിരിക്കുകയാണ്. ഇടവക എന്ന്
എന്താ എന്നുള്ളത് ഇന്ന് വ്യക്തമായിട്ടും നമ്മളെ ബോധ്യപ്പെടുത്തി. 123 വർഷം നാം ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ സൗകര്യങ്ങളൊന്നും ഈ ദേശത്തില്ലായിരുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കീഴിൽ 6 കൽത്തൂണിൽ ഒരു ഓലമേഞ്ഞ ഷെഡിൽ ഒരു വിശ്വാസ സമൂഹമായിട്ട് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ഒത്തുകൂടി. അതിൻ്റെ 3-ാം തലമുറയിലോ 4-ാം തലമുറയിലോ പെട്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. 123 വർഷം മുമ്പ് ഉള്ള ആരും തന്നെ ഇവിടെ ഇല്ല. നമ്മുടെ കുറിവാക്യമായ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നവർ എന്നുള്ളത് ഇത്രത്തോളം നടത്തി ഈ കാലയളവ് വരെയും നമ്മുടെ ഇടവകയുടെ ഭാഗമായിരുന്ന നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, മൺമറിഞ്ഞു പോയ എല്ലാവരെയും ഈ ഒരു നിമിഷം നമുക്ക് നന്ദിയോടെ ഒന്ന് ഓർക്കാം. അവരുടെ നല്ല പാതയിലൊക്കെയും നമുക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചു. ഒരു കാര്യം കൂടെ, ഇന്ന് നമ്മുടെ ഇടവകയിൽ 123 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ചെറിയൊരു വിഭാഗമെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് ഇന്ന് നമ്മുടെ ഇടവക വളർന്ന് പന്തലിച്ചു. അവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പോലും സ്ഥലമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അഭിമാനത്തോടു കൂടി എല്ലാവർക്കും പറയുവാനുള്ളത്, എൻ്റെ ഇടവക എന്നുള്ളത് അച്ഛൻ വിശദീകരിച്ചു. എൻ്റെ ദേശം, എൻ്റെ നാട്, എൻ്റെ പള്ളി, എൻ്റെ ചുറ്റുപാട് ഇന്ന് അവർക്കും അഭിമാനിക്കാവുന്ന ഒരിടമായി തീർന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രതിസന്ധിയിൽ പരിഹാരം ദൈവം കാണട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട ജോർവിൻ ജോസഫ് അച്ഛനായിരുന്നു ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവിയായിട്ടും കഴിഞ്ഞ 3 ദിവസമായിട്ട് കൺവെൻഷൻ്റെ എല്ലാ അധ്യക്ഷ പദവിയും അതിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ക്രമീകരണങ്ങൾക്കും അച്ഛൻ സുഷ്കാന്തിയോട് അടുക്ക് ചിട്ടയോട് കൂടി എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു. അച്ഛന് ഈ മീറ്റിങ്ങിലേക്കുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് രാവിലെ മുതൽ ആദ്യ കുർബാനയിലേക്ക് പങ്കെടുത്ത 19 കുഞ്ഞുങ്ങൾ അവർ ദൈവത്തിൻ്റെ ഭാഗമായ ശരീരവും രക്തവും വിഭാഗിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവർ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന വികാരി ജനറൽ അച്ഛന് റിട്ടയർ എന്ന ബ്രാക്കറ്റ് ചേർത്തിട്ടുണ്ടെങ്കിലും ഇന്നും കോട്ടയം ഭദ്രാസനത്തിൻ്റെ നിറഞ്ഞു ശോഭിച്ച് പ്രവർത്തിക്കുന്ന അച്ഛനാണ്. അച്ഛന് ലഭിച്ചത് ഭാഗീരമായ അവസ്ഥയാണ്. നല്ല ഒരു ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് അല്ല, നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അച്ഛന് ഈ മുഴുവനും മീറ്റിങ്ങിൽ പങ്കെടുത്ത് നമ്മളോട് കാണിച്ചതായ സ്നേഹത്തിന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം കൺവെൻഷൻ പ്രസംഗിച്ച എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മുഴുവനും ആൾക്കാരെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. സ്നേഹവിരുന്നിൽ കൂടി പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ പോകാവൂ. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. നമ്മുടെ ഈ മീറ്റിങ്ങിലൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പാട്ടുപാടി സഹായിച്ച ഗായക സംഘം, ലൈറ്റ് സൗണ്ട് ക്രമീകരിച്ച സജി, മറ്റെല്ലാ പ്രിയപ്പെട്ടവരോട് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. സഭയുടെ നാഥനായ കർത്താവെ, ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം. 123-ാം ഇടവക ദിനം ആഘോഷിക്കുവാൻ ദൈവം ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഇടവകയെ തുടർന്നും അനുഗ്രഹിക്കണമേ. ഇത്രയും നാൾ ചെയ്തതിനേക്കാൾ മെച്ചമായ ദൈവരാജ്യ ശുശ്രൂഷ ഈ സമൂഹത്തിൽ നിറവേറ്റുവാൻ വരും വർഷങ്ങളിൽ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർവിൻ അച്ഛനായും കുടുംബത്തിനായും, ഇന്ന് വന്നുചേർന്ന എല്ലാവർക്കായും, ഇന്ന് വരാൻ കഴിയാതെ പോയവർക്കായും, ഈ നാടിനായും, ഈ നാട്ടിലുള്ള എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഞങ്ങളെ തുടർന്നും ദൈവം സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ഇടവകയോടുകൂടെ, നമ്മുടെ കുടുംബങ്ങളോടുകൂടെ, ഈ ദേശത്തോടുകൂടെ, ലോകത്തോടുകൂടെ ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ ആദിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ
സ്തുതിപ്പിൻ യേശുദേവനെ. എല്ലാവരും അത് സ്ഥാനങ്ങളിൽ ഇരുന്നാട്ട് ആ സൈഡ് ഹോളിൽ